വിത്ത് കോമാളിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലും സെക്കൻഡ് എപ്പിസോഡിലും അതിപ്പോഴും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണെങ്കിലും ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഞാൻ ഈ മര്യാദ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമുക്ക് അവരുടെ ഒരു സ്ലാങ്ങിൻ്റെ ഒരു പരിപാടി പെട്ടെന്ന് കിട്ടില്ല. അതെ അതെ അതായത് ഇങ്കാ പറയണം, ഒരു ഇങ്കാ പറയുന്നതാണ് ഒരു റെസ്പെക്റ്റിൻ്റെ ഫോം. പക്ഷെ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്കാ പച്ച ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഞാനിങ്ങനെ ഒരാളാണ്, എൻ്റെ ലാംഗ്വേജ് കറക്റ്റ് അല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇവർ വിളിച്ചത് അല്ലേ? അപ്പം പിന്നെ ഞാൻ ആ പ്രഷറിൽ എനിക്ക് അങ്ങനെ ഫേക്കായിട്ട് ചെയ്യാറില്ല. ഞാൻ അതിലെ സീനിയർ ഷെഫിന് എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചതായിരുന്നു ഒരു വിഷയം. പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. എനിക്ക് തണ്ണി വേണമെന്ന് പറഞ്ഞു. അതായത് പുള്ളി ഒരു ഓൾറെഡി ഇത്രയും രാത്രി എങ്ങാനും ഷൂട്ട് എടുക്കുന്നത്. പുള്ളി ഇത്രയും പ്രായമായിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി ഇങ്ങനെ എന്തോ എടുത്ത് എറിഞ്ഞത് പുള്ളിയുടെ കിളി പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡു യു നീഡ് സം വാട്ടർ എന്നാണ് ചോദിച്ചത്. ഇവരൊക്കെ അവിടെ ഇംഗ്ലീഷ് ചോദിക്കാനേ പാടില്ല, മലയാളത്തിലും ചോദിക്കാൻ പാടില്ല. അപ്പോൾ തണ്ണി വേണമെന്ന് ചോദിച്ചു. അതായിരുന്നു. പിന്നെ മറ്റേ വാർത്താ ചാനലിലൊക്കെ ഇത് കൊടുക്കുന്ന പോലെ. പക്ഷെ പുള്ളിയോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പൊ ആൾക്കാർ പറയുന്നു ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സോയനെ പോലെ ചെയ്യാന്ന് പറയും. കാരണം സോയ അങ്ങനെയാണെന്നുള്ളത് ആൾക്കാർക്ക് കിട്ടി. ഞാൻ അങ്ങനെയാണ്, എൻ്റെ പരിപാടി ഇതാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് അക്സെപ്റ്റഡ് ഇറ്റ്. പക്ഷെ അത് ആയി വരാൻ കുറച്ച് സമയം എടുത്തു.